എന്തോ ഒരു ടെക്കി എന്നെ അപവാദം പറഞ്ഞിരിക്കണു. വിശ്വയെ അറിയാമോ? നമ്മുടെ വിശ്വയെ അറിയാമോ? ഫ്ലാഷ് ബാക്ക്. ഇന്നെന്റെ ബാഡ് ജോയിന്റ് അടിക്കണം, ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. നന്നായി പോയി. എന്താണ് ഇത്? ചെടാ ഇളുത്തൊന്ന് വലിച്ചടാ, എല്ലാം മറന്ന് പറന്ന് ഞാനിത് ഏത് ജില്ല ശിവനേ? നീ വാ പൊളിക്കരുത് പ്ലീസ്. പുതുവപ്പങ്ങടുത്തങ്ങ് തുടങ്ങി, ഉള്ളിലെ പല പല കഥകളോ വിളമ്പി ഒടുവില് കരച്ചി, ഉള്ളിലെ പല പല കഥകളോ വിളമ്പി ഒടുവില് കരച്ചി. എന്തൊരു അപരാധമായി കാണിച്ചു വെച്ചേക്കുന്നേ. കൂട്ടി ഒതുക്കി കൂട്ടി കൂടെ നിന്നിട്ട് നെഞ്ചി കൂട്ടി ആണാക്കി കിട്ടി. എന്റെ പൊന്നു മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കുന്നു, നിനക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല. End of flashback. എനിക്കിപ്പോ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. ഞാൻ മ്യൂസിക് അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാതെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തെറ്റുകൾ കാണും, തെറ്റ് ശരിയാവും. പഠിക്കാതെ ചെയ്തതാണോ? അപ്പൊ കുഴപ്പമില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. ഞാൻ ഒരു വലിയൊരു പൊസിഷൻ ലെഫ്റ്റേം ചെയ്യും. നീ നടക്കണ കാര്യം പറയടാ. നടക്കും ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും കേട്ടാ. നിന്നെ പോലെ ഞാൻ മോഷ്ടിച്ചല്ല ജീവിക്കുന്നത്. ഞാൻ ആരെയും മുതൽ മോഷ്ടിച്ച് അല്ല അന്നം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ കണ്ടന്റ് ഇട്ട് എന്റെ കഴിവിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ ഉയർന്നു വരും കേട്ടോ. നിനക്കൊക്കെ ശരിക്കും അറിയാൻ പാടില്ല. നിന്റെ വീട്ടുകാരും നീയും എന്റെ കണ്ടന്റ് വെച്ച് നീ അന്നം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ, എനിക്ക് വിഷയമില്ല. അങ്ങനെ വിഷയമില്ലെങ്കിൽ മിസ്റ്റർ വിശ്വ മ്യൂസിക് എന്തുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു? ഒരുത്തനൊരു മൈക്കും പിടിച്ച് വിഷയം അറിയാമോ, വിഷയം അറിയാമോ, വിഷയം അറിയാൻ നിങ്ങൾക്ക് 1000 രൂപ, വിഷയം അറിയാൻ നിങ്ങൾക്ക് പീറോപ്പി തരാം, വിഷയം അറിയാൻ നിങ്ങൾക്ക് മാജിക് മൊമെന്റ് തരാം. എന്നിട്ട് അതിന് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്ന് പൂട്ടിക്കുന്നത് മിസ്റ്റർ വിശ്വ മ്യൂസിക് തൂറി തോൽപ്പിക്കുന്നതിന് പകരമല്ലേ? ഒരു കാട്ടിലാവുമ്പോ പുലി, കടുവ, വേട്ടാളിയൻ ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്നവനാണ് വിജയിക്കുക. കഴിവില്ലെങ്കിൽ ലോകം നിന്നെ അംഗീകരിക്കൂല. നിനക്ക് കഴിവില്ല മോനെ. നീ എന്റെ കണ്ടന്റ് വെച്ച് വാങ്ങുന്നുണ്ടെ വാങ്ങിച്ചോ, പക്ഷെ ആരെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ നീ ചെയ്യരുത്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. പെൺപിള്ളേരൊക്കെ എത്ര മോശമായിട്ടാണ് നീ നിന്റെ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്കറിയില്ല. പെൺപിള്ളേരൊക്കെ പറ്റ മോശമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓരോ വീഡിയോയിലും പെൺകുട്ടികളെ ചരക്ക് സാധനം, മറ്റേ ഇടിവെട്ട് സാധനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. നിനക്ക് ഒരു രീതിയിലുള്ള ഒരു ഗ്രാഹ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഗ്രാഹ്യം ഉണ്ട് ബ്രോ. എനിക്ക് ചെവിയുണ്ട്. ചെവിയിലൂടെ എനിക്കൊരു സാധനം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. നീ അവതരിപ്പിക്കുന്ന ഓരോ റാപ്പ് എന്ന് പറയുന്ന പല സാധനങ്ങളും എമ്മാതിരി അപരാധമാണെന്ന് എനിക്ക് ചെവി കേട്ടാ മനസ്സിലാവും. മച്ചാനെ ഇതല്ല ശരി. നമുക്ക് കമന്റ് ബോക്സ് നോക്കാം. വിശ്വന്റെ ഒരാൾ നിന്നെ ഊക്കിയാൽ അത് അവന്റെ കുഴപ്പം ആയിരിക്കാം. അതെ, ഈ കേരളം തന്നെ നിന്നെ വട്ടത്തിൽ ഊക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം കുഴപ്പം കൊണ്ട് മാത്രമാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.